കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തിയില്ലെങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന പ്രഖ്യാപനം നടത്തിയത്. വെള്ളാപ്പള്ളി നടേശനുള്ള മറുപടിയായിട്ടാണ് വി.ഡി. സതീശൻ ഈ പ്രഖ്യാപനം നടത്തിയത്. വി.ഡി. സതീശന്റെ ഈ മറുപടി കോൺഗ്രസിൽ വലിയ ആവേശമാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സാമുദായിക നേതാക്കളുടെ ഭീഷണിയെ തെല്ലുപോലും വകവെക്കാതെ ധീരതയോടെ സംസാരിക്കുന്ന ഒരു നേതാവ് എന്ന നിലയിൽ വി.ഡി. സതീശനെ പലരും ഇപ്പോൾ പുകഴ്ത്തുകയാണ്. CPM പോലും വെള്ളാപ്പള്ളിയെ പിണക്കാൻ മെനക്കെടാറില്ല. കാരണം SNDP വോട്ടുകൾ നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് പലപ്പോഴും വെള്ളാപ്പള്ളിയുടെ എല്ലാ മണ്ടത്തരവും കേട്ട് തലകുനിക്കാൻ കാരണം. എന്നാൽ ഇതിൽ നിന്ന് വിപരീതമായി സാമുദായിക നേതാക്കളോട് അനാവശ്യമായ ഒരു അടുപ്പം കാണിക്കാതെ നല്ല നിലപാടെടുത്തുകൊണ്ടാണ് വി.ഡി. സതീശൻ പെരുമാറുന്നത്. പക്ഷേ വെള്ളാപ്പള്ളി നടേശനാകട്ടെ വി.ഡി. സതീശനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് പലതവണയായി രംഗത്ത് വരുന്നു. എന്നാൽ ഇന്നലെ വി.ഡി. സതീശൻ വെള്ളാപ്പള്ളിക്ക് നൽകിയത് ചുട്ട മറുപടിയാണ്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫിനെ അധികാരത്തിൽ എത്തിച്ചില്ല എങ്കിൽ താൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. വി.ഡിയുടെ ഈ മറുപടി വെള്ളാപ്പള്ളി പോലും ഒന്ന് ഞെട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ സുപ്രധാനമായ കാര്യം യു.ഡി.എഫിനകത്ത് തന്നെ ഈ ഒറ്റ മറുപടിയോടുകൂടി വി.ഡി. സതീശന് കൂടുതൽ പിന്തുണ ലഭിച്ചു എന്നതാണ്. പല നേതാക്കളും വി.ഡി. സതീശന്റെ ഈ മറുപടിയെ പുകഴ്ത്തി രംഗത്ത് വന്നു. നേതാക്കൾക്ക് പുറമെ അണികൾക്കിടയിൽ സതീശന് ഒരു ഹീറോ പരിവേഷം ലഭിച്ചിരിക്കുകയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ എത്തുമെന്ന് ഉറപ്പിച്ചു പറയണമെങ്കിൽ യു.ഡി.എഫ് ഇപ്പോഴേ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു എന്ന് വേണം കരുതാൻ. നേതാക്കൾക്കിടയിലെ ഭിന്നത മാറ്റിവെച്ചാൽ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം യു.ഡി.എഫിന് വൻ വിജയമാണ് ലഭിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ മുന്നണി ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നു. അത് യു.ഡി.എഫിനെ സംബന്ധിച്ച് വലിയ വിജയം സമ്മാനിക്കുകയും ചെയ്യുന്നു. കെ സുധാകരൻ KPCC അധ്യക്ഷനായത് മുതൽ നടന്ന പല ഉപതെരഞ്ഞെടുപ്പുകളിലും യു.ഡി.എഫിന് വലിയ വിജയം നേടാൻ ആയിട്ടുണ്ട്. എല്ലാ നേതാക്കളും ഒന്നിച്ചിറങ്ങി തെരഞ്ഞെടുപ്പ് ഗോതയിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഈ വിജയം ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കരുത്ത് തെളിയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് യു.ഡി.എഫ് കരുതുന്നതും. ഇപ്പോഴിതാ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ വനവാസത്തിന് വിടാൻ സമ്മതിക്കില്ല എന്ന് മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞിരിക്കുകയാണ്. ആ പേടി വേണ്ട, കഠിനമായ പ്രയത്നത്താൽ 2026 തെരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് അധികാരത്തിലെത്തും. വി.ഡി. സതീശനേക്കാൾ ഇരട്ടി ആത്മവിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. അദ്ദേഹത്തെ വനവാസത്തിന് വിടാൻ അനുവദിക്കില്ല എന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഇന്ന് പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് നേതാക്കളുമായി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പിന്നാലെയാണ് ഇങ്ങനെയൊരു പ്രതികരണം. തിളക്കമാർന്ന വിജയത്തോടെ യു.ഡി.എഫിനെ അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിച്ചില്ല എങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത് എന്ന് വി.ഡി. സതീശൻ പ്രതികരിച്ചു. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്. ഉജ്ജ്വല വിജയത്തോടെ തിരിച്ചു വരും. നിലമ്പൂരിൽ ഒറ്റ പാർട്ടിയാണ് പ്രവർത്തിച്ചത്. ഇന്ത്യയിൽ മുഴുവൻ സഖ്യങ്ങൾക്കും മാതൃകയാണ് കേരളത്തിലെ യു.ഡി.എഫ്. ഇന്ത്യ മുന്നണിയും അങ്ങനെ ആവണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്നാണ് വി.ഡി. സതീശൻ പറഞ്ഞത്. ഞങ്ങളുടെ കരുത്ത് ടീം യു.ഡി.എഫ് ആണ്. അതാണ് നിലമ്പൂരിൽ തെളിയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുൻപ് യു.ഡി.എഫ് അടിത്തറ വിപുലമാക്കുമെന്നും വി.ഡി. സതീശൻ ഇന്ന് പറഞ്ഞു.